ചേട്ടാ ഇതൊക്കെ എങ്ങനെ സാധിക്കുന്നു? സത്യം ചേട്ടൻ കാരണമാണ് ഞാൻ BB വാച്ച് ചെയ്യുന്നത്. ബിഗ് ബോസ് ഒന്നും കണ്ടാട്ടാ, എന്റെ എപ്പിസോഡ് മാത്രം കണ്ടാൽ മതി. ചേട്ടാ റോസ്റ്റിംഗ് നിർത്തല്ലേ? നിർത്തില്ല, ഒരിക്കലും ഇല്ല. അപ്പൊ നമുക്ക് സംസാരിച്ച് കളയാൻ സമയമില്ല. നമുക്ക് ബിഗ് ബോസ് സീസൺ 6 എപ്പിസോഡ് 72 പ്ലസ് എപ്പിസോഡ് ആയിട്ടുള്ള 51ാമത്തെ എപ്പിസോഡ് റിയാക്ട് ചെയ്തിട്ട് തരാം. മാവിന് മുളപ്പിക്കാം നമുക്ക് ആദ്യം. ഫോണെ നമുക്ക് മുളയ്ക്കുമെന്നറിയാം. രാവിലെ തന്നെ നമ്മുടെ ജിൻഡോ അപ്സരയൊക്കെ മാങ്ങാണ്ടി മുളപ്പിക്കാനുള്ള പ്ലാനിലാണ്. അവൾ വന്ന് വിട്ടാൽ എന്റെ പൊന്നു രശ്മിനെ, പാട്ട് വേണ്ട. ഇതിനകത്ത് മണ്ണുണ്ട്, ഉള്ളില് ദേ അതിന്റെ അകത്ത് മണ്ണുണ്ട്. നമുക്ക് അപ്സര റിയലി? എന്നാ ഞാൻ തുറന്നെടുക്കാം. അതിനകത്ത് തവള ഉണ്ടായിരുന്നു കേട്ടോ. തവള ഉണ്ടായിന്ന് പറയുമ്പോ ഇതാണ് അപ്സര എക്സ്പ്രഷൻ ഇടണ്ടേ? ഈ രണ്ടെണ്ണത്തിൽ തവള ഒന്നുമില്ല, പാമ്പുള്ളൂ. ജിൻഡപ്പനെ അതിന്റെ ഇടയ്ക്ക് ഒരു ചളി അടിക്കാൻ നോക്കി. ഇത് തവളയുടെ വീടാണ്, ഫാമിലിയാ. ശരി. ഈ വീട്ടില് ഒരു തരി മണ്ണ് പോലും. ഈ വീട്ടില് ചിലവരുടെ തലയിൽ കളിമണ്ണുണ്ട്. പേപ്പറിൽ കെട്ടി പുറത്തേക്ക് എറിഞ്ഞായി. നല്ല ഐഡിയ. അപ്സര ഇത് എറിയും, മറ്റേ ബിഗ് ബോസ് വെളിയിൽ ചായയും മടയും നിന്നോണ്ട് ബിഗ് ബോസിന് ഇതാണുള്ള പണി, പുറത്തുനിന്ന് പാട്ടയും ചായയും കഴിക്കല്. പുള്ളിയുടെ തലയിൽ പോയി വീഴും ചെയ്യും. അഭിഷേക നല്ല തമാശ. നമ്മുടെ ബുദ്ധി കൊണ്ട് നമുക്ക് മണ്ണ് എവിടെ കിട്ടാന്ന് ആലോചിച്ച്. ബുദ്ധി കൊണ്ട് മണ്ണ് കിട്ടാൻ എന്തെങ്കിലും ഐഡിയ ഉണ്ടോന്ന്? ബുദ്ധി കൊണ്ട് മണ്ണ് കിട്ടണമെങ്കിൽ നിങ്ങളുടെ തലയിൽ നിന്ന് എടുക്കണം. തലയ്ക്കകത്തുനിന്ന് എടുക്കേണ്ട വരും. ചാരി വെച്ച് മഴ പെയ്യുമ്പോഴത്തേക്ക് നമുക്കിത് ഇങ്ങനെ വെക്കാം, മുളയ്ക്കോന്ന് അറിയാലോ. ഒരു പാക്കറ്റ് മണ്ണ് കൂടെ അത് വെച്ചിട്ട് അച്ഛനും അമ്മയും മോളുവാ. ഊഫ്, ആ അണ്ടിയുടെ അവസ്ഥ നോക്കിയേ. അതിന്റെ ആത്മാവിനെ വരെ ചപ്പി എടുത്തിട്ടുണ്ട്. അതിങ്ങി മുളയ്ക്കാൻ ഒരു ചാൻസും ഇല്ല. എന്തായാലും കറി ഇഷ്ടം പോലെ ഉണ്ട്, ചപ്പാത്തി ഉണ്ട്, ആവശ്യമുള്ളവരെടുത്ത് കഴിച്ചോളൂ. അപ്പൊ അൻസിബ ഫുഡ് കഴിക്കാൻ പോവാ. അപ്പൊ അൻസിബ എല്ലാവർക്കും ഫുഡ് കിട്ടിയിട്ട് അൻസിബ കഴിക്കുള്ളൂ. അപ്പൊ അൻസിബ പറഞ്ഞാൽ എല്ലാവർക്കും വിളമ്പി വെക്കാം. അത് വെച്ചിട്ട് പോവാം. രശ്മി പറയും വെക്കണ്ട, ചിലവരത് കഴിക്കില്ല. കാരണം കൂടുതൽ വിളമ്പി വെക്കുമ്പോ ചിലവർ അത്ര കഴിക്കാത്തവരുണ്ട്. അപ്പൊ ഫുഡ് വേസ്റ്റ് ആവും. വിളമ്പും. അപ്പൊ അവർ കഴിക്കാത്തവർ അത് കുറെ വേസ്റ്റ് ആക്കുന്നുണ്ട്. കഴിഞ്ഞ ആഴ്ച കുറെ അച്ചാറ് വേസ്റ്റ് ആയി അൻസിബ. വിളമ്പി വെച്ചു, കഴിഞ്ഞ ദിവസം വിളമ്പി വെച്ചപ്പോ ഞാനെപ്പോ വിളമ്പി വെച്ചു? കഴിഞ്ഞ ആഴ്ച. നീ വിളമ്പി വെച്ചൊന്നല്ല, അങ്ങനെ വേസ്റ്റ് ആയ ചരിത്രമുണ്ട്. എന്താ ഒരു ചിരി. ആദ്യം പറഞ്ഞ കണ്ടംപററി. ഇത് പാടത്തൊക്കെ എരേനെ പിടിക്കാൻ നിൽക്കണ പോസല്ലേ? ഇതൊക്കെ ഇപ്പൊ കണ്ടംപററി ആയോടെ. സംഭവം കൊള്ളാം, പക്ഷെ മൈക്ക് ധരിക്കൂ. സംഭവം കൊള്ളാന്ന് അപ്പൊ ബിഗ് ബോസിന് മനസ്സിലായി. അർജുന്റെ സംഭവം കൊള്ളാന്ന് എല്ലാവർക്കും മനസ്സിലായി. എന്തുട്ടായിരുന്നോടെ സംഭവം പറയടാ. സത്യം പറ, നിങ്ങൾ അവിടെ എന്തോ ഒപ്പിച്ചോണ്ടിരുന്നേ? എനിക്ക് ഒന്നിൽ നിന്ന് പോയിട്ട് എനിക്ക് സംസാരിച്ചാലോ എന്ന് ഞാൻ വിചാരിച്ചതാണ്. നമ്മുടെ മെയിൻ എപ്പിസോഡ് കാണാത്തവർ കണ്ടിട്ട് വരൂ. ലിങ്ക് ഇവിടെ ഉണ്ട്, അല്ലെങ്കിൽ കമന്റ് ബോക്സിൽ പിങ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഞാൻ സംസാരിച്ചേനെ. ഒന്നാമത്തെ കാര്യം എന്താ അൻസിബ എന്നിട്ട് ഫസ്റ്റ് പോയി സംസാരിക്കാതിരുന്നത്? ഫുൾ സൗണ്ടും പോവും. എനിക്ക് ഒരാഴ്ച പിന്നെ സൗണ്ട് ഉണ്ടാവില്ല. സൗണ്ട് പോണതുകൊണ്ടാണല്ലേ? അല്ലെങ്കിൽ അവിടെ പോയി നിന്ന് സംസാരിച്ചാൽ നിന്നെ എയറിലാക്കുന്ന പേടിച്ചല്ല. ഇത്രയും പേരുടെ പേരൻസ് വന്നപ്പോഴും സ്നേഹത്തിൽ സംസാരിച്ച് എനിക്ക് ഒറ്റയടിക്ക് അവരടുത്ത് നന്മമരം അൻസിബ വന്നപ്പോഴും നിന്നോട് തന്നെ പറഞ്ഞു, ചേച്ചി ഫയർ ആയാൽ മാത്രം മതി. അഭിഷേകിന്റെ പെങ്ങള് പറഞ്ഞു അൻസിബ ഒന്ന് ഫയർ ആവണമെന്ന്. ആദ്യം നീ ഫയർ ആവ്, എന്നിട്ട് അവളെ ഫയർ ആക്കാൻ നടക്കും. ഞാൻ എപ്പോഴും പറയണം, എനിക്ക് ജിൻഡപ്പന്റെ അടുത്ത് ദേഷ്യമൊക്കെ തോന്നുന്നു. ജിൻഡപ്പനോട് ഇഷ്ടം തോന്നുന്നുണ്ട്. ഓക്കെ, ഒരിക്കലും പോയിട്ടില്ല. അവൻ പറഞ്ഞിട്ടുണ്ട് ഞാൻ ഇത് പറഞ്ഞു. പൊന്നു ഋഷി, ഒരാൾ സംസാരിക്കുമ്പോ അടുത്ത ആൾ മിണ്ടാണ്ടിരിക്കുക. രണ്ടുപേരും കൂടി സംസാരിച്ച കേൾക്കാൻ പറ്റില്ല. എല്ലാ പേരൻസും പൻസി പറയാണ് എല്ലാ പാരന്റ്സ് വന്നപ്പോഴും ജിൻഡപ്പനോട് അവർക്ക് ഒരു കാര്യം ഉണ്ടായിരുന്നു. അതിൽ നിന്ന് നമുക്ക് എന്ത് മനസ്സിലാക്കാം? ജിൻഡപ്പന് പുറത്ത് സപ്പോർട്ടാണ്. തുടങ്ങി പാരന്റ്സിനെ കുറ്റം പറയാൻ തുടങ്ങി. എന്റെ പാരന്റ്സിന് ഈ സംഭവം ഇഷ്ടമല്ല. സോ ഒബ്വിയസ്ലി ഈ പൊന്നിനോറ, അവര് നിന്നെ സപ്പോർട്ടെങ്കിലും ചെയ്തതുകൊണ്ടാണ് അവർ ആ വീട്ടിലേക്ക് വന്നത്, അല്ലെങ്കിൽ അവര് വരില്ല. എന്റെ മക്കളോട് പറയാം, ഞാൻ പൊരുതിയിട്ടാണ് ഓരോ കാര്യം നേടി. പൊരുതുനോറ, പൊരുത്. മിക്ക അമ്മമാര് പറഞ്ഞൊരു കാര്യമുണ്ട്, ഇതിന്റെ ഫസ്റ്റ് ഫ്ലൈറ്റ് ആണ്. അമ്മമാർക്ക് എന്തുകൊണ്ട് പറ്റിയില്ല? അതിനോറ പറഞ്ഞത് പോയിന്റ്. അവര് സ്വപ്നങ്ങളുടെ പുറകെ പോകാത്തോണ്ടായിരിക്കും ഫ്ലൈറ്റിൽ കയറാതിരുന്നത്. പക്ഷെ വേറൊരു സംഭവം ഉണ്ട്. അവര് സ്വപ്നങ്ങളുടെ പുറകെ പോയിരുന്നെങ്കിൽ ഇപ്പൊ സ്വപ്നത്തിനെ പറ്റി സംസാരിക്കാൻ നോറ ഇവിടെ ഇരിക്കില്ലായിരുന്നു. പക്ഷെ ഞാൻ ഈ വീട്ടിൽ കയറിയത് ഒരുപാട് പേരെ ഇൻസ്പയർ ചെയ്യാനാ. നോറ, ഞാൻ ഒരു കാര്യം ഉള്ളത് പറയാലോ, ഒരു ഇൻസ്പിറേഷനും കിട്ടാൻ പാട്ടാ, വെറുതെ ഇരുന്ന് തള്ളാൻ കൊള്ളാം. ജിൻഡോ പറയാണ് നമ്മുടെ അഭിഷേക് ക്യാപ്റ്റൻസി നന്നായിട്ട് ചെയ്താൽ മതി, ബാക്കി സൂപ്പർ, അവൻ അടിപൊളിയായിട്ട് ചെയ്യും. പിന്നെ നന്ദനയുടെ ക്യാപ്റ്റൻസി ഞങ്ങളാരും കണ്ടിട്ടില്ല. ഫുൾ ടൈം ഫാമിലി വീക്ക് വരായിരുന്നു. അതിന്റെ ഇടയ്ക്ക് നന്ദനയുടെ എന്ത് ക്യാപ്റ്റൻസി? അർജുനെ ഓവർ കോൺഫിഡൻസ് മാത്രമല്ല, മൊത്തത്തിൽ ഓവറാ. അൻസിബ പോവില്ല എന്നുള്ളതാണ് എന്റെ മൈൻഡ്. സായി പറയാണ് അൻസിബ പോവില്ല എന്നാണ് എന്റെ മൈൻഡ്. അൻസിബ ഷുവർ ആണ് ടോപ്പ് 5 ഉണ്ടാവും. ടോപ്പ് 5 ആണ് അൻസിബ.
റിയലി? ശരിക്കും? ഇതിപ്പോ എത്ര പേര് ടോപ്പ് 5 ഉണ്ട്? ജിൻഡോ, ജാസ്മിൻ, സായി, അപ്സര, അഭിഷേക്, അർജുൻ, ശ്രീതു, നോറ, സിജോ. അവാർഡ് കിട്ടിയെന്നൊക്കെ പറഞ്ഞല്ലോ. അത് വെറുതെ ജനങ്ങൾ പോരാളി ഷാജിയായിരുന്നു അപ്പൊ നീ. പിന്നെന്താണ്? നിനക്ക് അർഹത സിജോ മര്യാദയ്ക്കാണല്ലോ സംസാരിച്ച. ഇവളുടെ ഓവർ റിയാക്ഷൻ കണ്ടു കഴിഞ്ഞാൽ അപ്പൊ തന്നെ പൊളിയും. നിങ്ങളും കണ്ടിട്ടില്ലല്ലോ. ഞാൻ പിന്നെ എന്തെങ്കിലും അങ്ങോട്ട് പറയല്ലേ. എന്താ ഈ കീ സൗണ്ട്? ഇത്ര ദിവസം എവിടെയായിരുന്നു? കേൾക്കാൻ വിട്ടിട്ട് ഞങ്ങൾക്ക് മിസ് ചെയ്യായിരുന്നു. ആൾക്കാർക്ക് കള്ളക്കളിയും ആൾക്കാർക്ക് വൃത്തികെട്ട രീതിയും തരം താഴ്ന്ന കളിയും നോറ സിജോ ഫൈറ്റ്. ഒരു സാഡിസ്റ്റ് ചിന്താഗതി ഉള്ള അല്ലെങ്കിൽ ഏറ്റവും കൂടുതൽ വൃത്തികെട്ട രീതിയിൽ. അത് സത്യം, സിജോ സാഡിസ്റ്റ് ആണ്. എന്റെ കംപ്ലൈന്റ്സ് ഞാൻ പിന്നെ എന്റെ ഓഹോ, എന്നിട്ട് ഉമ്മേനെ പറ്റി അത് കഴിഞ്ഞിട്ട് ഫുള്ള് കുറ്റം പറയാനുള്ള. ഞാൻ ആ വിളിച്ച വിളി ഇപ്പോഴും അങ്ങനെ തന്നെ വിളിക്കുന്നത്. ആ വിളി ഞാൻ മാറ്റിയിട്ടൊന്നുമില്ല. സത്യത്തിൽ ഇവര് രണ്ടുപേരും എന്താ ഇഷ്യൂ? വെറുതെ രാവിലെ തന്നെ ഇരുന്ന് അടി ഉണ്ടാക്കണ്ടില്ല. എന്താ റീസൺ? വീട്ടുകാരെ പറ്റിക്കുക, ബിഗ് ബോസ് വീട്ടുകാരെ പറ്റിക്കൽ. വീട്ടുകാരെ പറ്റിക്കാന്നുള്ള സ്റ്റേറ്റ്മെന്റ് എന്തിനാ? ഹൗസ് മേറ്റ്സിനെ പറ്റിക്കുക. നോറ എന്റെ വീട്ടുകാരോ? ഈ ബിഗ് ബോസ് എന്നുള്ള വീടാ ഞാൻ ഉദ്ദേശിച്ച. നോറ നീ കടന്ന് ഉരുളിനി. നിങ്ങള് വളച്ചൊടിക്കേ. അങ്ങനൊന്നും നോറ പുറത്ത് പോകാനേ പാടില്ല. എന്റെ അഭിപ്രായത്തിൽ സിജ കുത്തിയിരുന്ന് നോറേനെ പ്രൊവോക്ക് ചെയ്യാൻ നോറ പ്രൊവോക്ക് ആവുന്നുണ്ട്. പ്ലാറ്റ്ഫോമിൽ യൂസ് ചെയ്യാൻ. ഇപ്പൊ ഇത്ര മാസ് കാണിക്കുന്ന നോറ കുറച്ച് കഴിയുമ്പോ ബാത്റൂമിൽ പോയിരുന്നിട്ട് സിജു എന്നെ കുറ്റം പറഞ്ഞു ഗൈസ്, ഞാനൊന്നും ചെയ്തില്ല, അവൻ എന്നെ കുറ്റം പറഞ്ഞു എന്ന് പറഞ്ഞ് ക്യാമറേനെ നോക്കി കരയും. ഞാൻ എന്റെ കണ്ണി കണ്ടിട്ടുണ്ട്. അത് സത്യം സിജോ, ഞാനും കണ്ടിട്ടുണ്ട്. ഉദാഹരണം പറയാം. ഇത്രയും സംസാരിച്ച സിജോ. നോറ ബി ലൈക്ക് സാഹചര്യം പറയടാ, ധൈര്യം സാഹചര്യം പറയടാ. ജാസ്മിൻ അടക്കിടന്ന് നന്ദനായിട്ടുള്ള ഫൈറ്റിൽ സിജോ ഞാൻ പറയാം. നന്ദനയും ജാസ്മിനും കൂടെ വടക്കിടുന്ന സമയത്ത് ജാസ്മിനും നന്ദനും ഒരു ഫൈറ്റ് ഉണ്ടായപ്പോ നീ അവിടെ ഇരുന്ന് ചിരിച്ചത് ഞാൻ കണ്ടതാ. ഇത് നോക്കി ചിരിക്കാനല്ലേ നീ ചിരിക്കുന്നത്? അടിപൊളി. നോറ ബി ലൈക്ക് പറയണ്ടായിരുന്നു. ചിരിക്കായിരുന്നു അല്ലേ? കാണുന്നല്ലേ നീ ചിരിക്കായിരുന്നു. നിന്നെ പോലെ ഇത്രയും വൃത്തികെട്ട രീതിയിൽ കുതികാല് വെട്ടി പിന്നിൽ നിന്ന് സിജോ ഈ കിട്ടിയതാണോ കുതികാല് വെട്ടൽ? അതൊക്കെ പുള്ളിയുടെ ഡയലോഗായിരുന്നേ. കുത്തി കള്ളത്തരം കാണിച്ച് നാട്ടുകാരെ പറ്റിച്ച് വീട്ടുകാരെ പറ്റിച്ച് എന്ത് വെറുപ്പിക്കലാണ്. താഴ്ന്ന രീതിയിൽ ഗെയിം കളിക്കുന്ന സാഡിസ്റ്റ് ചിന്താഗതിയുള്ള ഒരു ഗെയിമർ സിജോ പിന്നെയും പ്രൊവോക്കി. ഒന്നുകൂടെ പറയാവേ. നോറയുടെ മുഖം നോക്കിയേ, ഇപ്പൊ മാസാണ്, കുറച്ച് കഴിയുമ്പോൾ കരയും. ടീമുകൾക്ക് മാറ്റമില്ല, ജോലികൾ വേണമെങ്കിൽ മാറ്റി നൽകാം. ബിഗ് ബോസ് അനൗൺസ് ചെയ്തു ടീമിൽ മാറ്റമൊന്നുമില്ല, പക്ഷെ ജോലി വേണമെങ്കിൽ മാറ്റി കൊടുക്കാം. ഡെൻ ടീം മറ്റേ കുക്കിംഗ്. അപ്പൊ നമ്മുടെ അഭിഷേക് ഡെൻ ടീമിനെ കിച്ചണിലേക്ക് അയച്ചു. ഇത് കണ്ട ജാസ്മിൻ. കൺഗ്രാറ്റുലേഷൻ നന്ദന. താങ്ക് യു സാറേ. ക്യാപ്റ്റൻ ജിൻഡോ ചേട്ടൻ. ജിൻഡോ ക്യാപ്റ്റനാ, ഞാൻ 3G. അത് ക്യാപ്റ്റൻ അപ്സര ചേച്ചി. പിന്നെ സോറി അപ്സര ചേച്ചിയാ? ആരുടെ നിന്റെ ചേച്ചി? എനിക്കധികം പ്രായമൊന്നായിട്ടില്ല. എന്നാൽ ശ്രീ മോഹൻലാലിന്റെ ബർത്ത്ഡേ സ്പെഷ്യൽ എപ്പിസോഡ് ആയിരിക്കും നാളെ. അപ്പൊ ലാലേട്ടന്റെ ബർത്ത്ഡേ പ്രമാണിച്ച് ഈ വീക്ക് ജയിൽ നോമിനേഷൻ ഇല്ല, അതിന് പകരം ഒരു പണിഷ്മെന്റ് ടാസ്ക് ആണുള്ളത്. എങ്കിലും ചെറിയൊരു പണിഷ്മെന്റ് ടാസ്ക് ഉണ്ട്. അപ്പോ റാങ്കിങ്ങിൽ ഏറ്റവും ലാസ്റ്റ് വന്ന അപ്സരയും നന്ദനയും സിജോ ആണ് ഈ പണിഷ്മെന്റ് ടാസ്കിൽ പങ്കെടുക്കേണ്ടത്. ജാസ്മിൻ ബി ലൈക്ക് കഷ്ടിച്ച് രക്ഷപ്പെട്ടു. ഇവരുടെ വസ്ത്രങ്ങളിലും മുടിയുമായി ഘടിപ്പിക്കണം. പണിഷ്മെന്റ് ടാസ്ക് ഇതായിരുന്നു. കുറച്ച് ക്ലിപ്സ് കൊടുത്തിട്ടുണ്ട്. ഈ ക്ലിപ്സ് ഡ്രസ്സിലും മുടിയിലും എല്ലായിടത്തൊക്കെ ആയിട്ട് ഇങ്ങനെ ഫിറ്റ് ചെയ്ത് വെക്കുക. ബസർ അടിക്കുമ്പോൾ ഇങ്ങനെ ഇളക്കി ഇതൊക്കെ തെറിപ്പിച്ച് കളയുക. ഇപ്പൊ ഒന്നും ചെയ്യല്ലേ. നല്ല കീട്ടിലെ ലുക്ക് സിജോ. ബസറടിച്ച് കഴിഞ്ഞപ്പോ നിൻമൊഴി കേട്ടാൽ പാൽക്കടലകൾ ആ പാട്ടിൽ കാണിക്കുന്ന പോലെ എല്ലാവരും കുലുങ്ങി. നന്ദനെ ഇതെന്താണ് ഡ്രസ്സിന്റെ ഉള്ളിൽ വല്ല പാറ്റ കയറിയത്? അതിന്റെ ഉള്ളിൽ പോയി തലയിടൂ. വെരി ഗുഡ്. എന്റെ പേടി അതൊന്നുമല്ല. ഈ തലയിട്ട് ഇളക്കി ഞാൻ സിജോന്റെ താടി ഇനിയും കംപ്ലൈന്റ് ആവുമെന്നാണ് എന്റെ പേടി. സിജോ എല്ലാം പോയില്ലേ? ദേ ആ വള്ളിയുടെ അവിടെ 2 തൂങ്ങി കിടക്കണ്. അത് ക്ലിപ്പല്ല, ഈ വള്ളി. ഓക്കെ കൊള്ളാം. ഇനി എല്ലാവരും കൂടി പെറുക്കിക്കോളും. കഴിഞ്ഞ് ആശ്വാസമായി. ഇനി ബിഗ് ബോസ് പറയാൻ എന്താ ചെയ്യണ്ടേ? ശരി, ഇതാണ് ഒരു ബിഗ് ബോസ്. എനിക്ക് അറിയാൻ പാടില്ലാത്തോണ്ട് ചോദിക്കുക. കഴിഞ്ഞ സീസണിലൊന്നും ഞാൻ ഇത്രയും വെറുതെ ഇരിക്കുന്ന ആളുകളെ കണ്ടിട്ടില്ല. ഇത് ഫുഡ് കഴിക്കുക, വെറുതെ ഇരിക്കുക, വർത്താനം പറയാ, ഒന്നുമില്ലടേ. ജാസ്മിൻ പറഞ്ഞു നമുക്ക് ട്രൂത്ത് ഓർ ഡെയർ കളിക്കാം.
ഇങ്ങനെ നന്ദന ഡയർ ചൂസ് ചെയ്തു. നന്ദനയ്ക്ക് കൊടുത്ത ഡയറാണ് ജിൻഡോനെ പോയിട്ട് ഉമ്മ വെച്ച് കൊഞ്ചിക്കുക. ജിൻഡോ ബി ലൈക്ക് ഇവക്ക് പ്രാന്താടാ. ട്രൂത്ത്. ട്രൂത്താ? ആ ചോയ്ക്ക്. ഫസ്റ്റ് ലവറിന്റെ പേരെന്തായിരുന്നു? ഷാൻ. ഫസ്റ്റ് ലവറിന്റെ പേര് ഷാൻ. ഷാൻ. 2ാം ക്ലാസ് പുഴുപ്പുള്ള ഒരു പുഴുപ്പല്ലുള്ള ഷാൻ. അത് ബോഡി ഷെയ്മിങ് ആണ്. ഇഷ്ടമായിരുന്നു എനിക്ക്. 2ാം ക്ലാസ്സിൽ വെച്ച് തുടങ്ങിയ ജാസ്മിനെ. ഇതൊരു കോമ്പറ്റീഷൻ ആയിട്ടല്ല. എനിക്കിവിടെ ക്രഷ് അടിച്ചിട്ടുള്ള ഒരു പെങ്കൊച്ചിന്റെ പേര് പറ. അർജുനോട് ജാസ്മിൻ ചോദിച്ചു ട്രൂത്ത് ഓർ ഡയർ? ട്രൂത്ത്. എന്നിവിടെ ക്രഷ് അടിച്ച ആളുടെ പേര് പറ. സാമന്ത. കണ്ട ശ്രീതു, നിന്റെ പേര് പറയാൻ പോലും അവന് ധൈര്യമില്ല. സാമന്താന്ന് പേര് പറ. സമന്ത. ക്രഷ് അടിച്ചിട്ടുള്ള പെങ്കൊച്ചിന്റെ ഞാൻ അപ്പൊ ജാസ്മിൻ പറഞ്ഞു അങ്ങനെയൊന്നും പറയാൻ പറ്റില്ല, ക്രഷ് അടിച്ച ആളുടെ പേര് പറയണം. എനിക്കിവിടെ ആരോടും ക്രഷ് വന്നിട്ടില്ല. ശ്രീതു കേട്ടില്ല? പെട്ടെന്ന് പറ. ക്രഷ് അടിച്ച ആരുമില്ല. അങ്ങനെ പറയാൻ പറ്റത്തില്ല. അപ്പൊ ജാസ്മിൻ വിഷയം മാറ്റി. എന്നാ ഏറ്റവും ഭംഗിയുള്ള ആളെ പറ. ജാസ്മിൻ ഇല്ലൊക്കെ എന്നെ പറയപ്പോ കൊള്ളാൻ തോന്നിട്ടുള്ള എന്തെങ്കിലും എടുത്ത് പറ. ശ്രീതു. ശ്രീതു. ഓക്കെ ഫൈൻ. ഐ ശരി. ജിൻഡോ ചേട്ടൻ ഇരുന്ന് ഉറങ്ങാ. പട്ടി ഉറച്ചു ജിൻഡോ. ഞാൻ ഉറങ്ങിയിട്ടില്ല, ഞാൻ കണ്ണടച്ചതേ ഇങ്ങനെ ഇങ്ങനെ അടിച്ചു. അതിനാണ് ഞങ്ങളുടെ നാട്ടിലൊക്കെ ഉറക്കം എന്ന് പറയാ. കണ്ണടച്ച ഉടനെ ഉറക്കുക. സത്യം പറഞ്ഞ ഈ ഉറങ്ങിപ്പോയോന്ന് പോലും അവർക്ക് തോന്നൂല. അത് നമുക്ക് തോന്നാറില്ല. ഉറങ്ങിയില്ലേ ആ ഒരു മാനസികാവസ്ഥയിലായിരിക്കും, എന്നാലും ഉറങ്ങിന്ന് മനസ്സിലാവില്ലടേ. അപ്പൊ ജിൻഡോന് കൊടുത്ത ശിക്ഷയാണ് ശ്രീതു തലയെ കൊട്ടിട്ട് ഉറങ്ങോ എന്ന് ചോദിക്കുമ്പോ ഉറങ്ങില്ല എന്ന് പറയണം. ഇവൾക്കാണ് ശിക്ഷ. ഇതിപ്പോ ആർക്കാ ശിക്ഷ? സത്യത്തിൽ ഈ ശിക്ഷ ശ്രീതുവിനാണോ അതോ ജിൻഡോനാണോ? ഇനി ഉറങ്ങും. ഇത്രയൊക്കെയാണ് ഇന്നത്തെ പ്ലസ് എപ്പിസോഡിൽ നടന്നത്. ഇന്ന് ലാലേട്ടന്റെ ബർത്ത്ഡേ ആണ്. ഇന്ന് ലാലേട്ടൻ വരുന്ന സ്പെഷ്യൽ എപ്പിസോഡാണ്. ഇന്ന് ആരെങ്കിലും ഒക്കെ എവിക്റ്റ് ആവുമായിരിക്കും. കഥയിൽ പുതിയ ട്വിസ്റ്റുകളൊക്കെ ആയിട്ട് ബിഗ് ബോസിന്റെ അടുത്ത എപ്പിസോഡിന് വേണ്ടിയിട്ട് നമുക്ക് വെയിറ്റ് ചെയ്യാം. ഇന്ന് പ്ലസ് എപ്പിസോഡ് ഉണ്ടാവാൻ ചാൻസ് ഇല്ല. സോ നാളെ പ്ലസ് എപ്പിസോഡിന്റെ റിയാക്ഷൻ ഉണ്ടാവാൻ ചാൻസ് ഇല്ല. നമുക്ക് എന്തായാലും അടുത്തൊരു വീഡിയോ ആയിട്ട് കാണാം. അതുവരെ